ഇതെടുക്കണം നമ്മൾ തേടി വന്ന സാധനം മൈലമ്മ. ഇത് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കുക. അപ്പോൾ മയിലാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ മയിലിനെ അറക്കാൻ പറ്റില്ല, കറി വെക്കാൻ പറ്റില്ല, പൊരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ഷാർജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റ് പോയിട്ട് ഒരു മയിലിനെ വാങ്ങിയിട്ട് നോക്കുക എന്താ വരാന്നുള്ളത്. പണ്ടൊക്കെ നമ്മളെ നാട്ടിലെ ചന്തകളിലൊക്കെ കണ്ടിരുന്ന ഒരു കാഴ്ചയാണ് മയിലെണ്ണ. അതായത് കാട്ടിലോടുന്ന മയിലിനെ ഓടിച്ചിട്ട് പിടിച്ച് തലയും കാലും വെട്ടി എണ്ണയിലിട്ട് വാട്ടി ഒടിവ്, ചതവ്, മുറിവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മയിലെണ്ണൻ്റെ കച്ചവടം. അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ കറൻ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വ്ളോഗർ ഫിറോസ് ചുട്ടിപ്പാറ ഒരു വീഡിയോ ചെയ്ത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പൊതുവെ അധികം വിവാദങ്ങൾക്കൊന്നും ഇടം കൊടുക്കാതെ ഒരു സൈഡിൽ കൂടെ വീഡിയോ ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ് മൂപ്പര്. എനിക്കിഷ്ടമാണ് മൂപ്പരെ വീഡിയോസ് കാണാൻ. കുറേ ആൾക്കാർ മൂപ്പരെ പേടിത്തൂറി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിക്കണത് കണ്ടിട്ടുണ്ട്. ഇപ്പം എന്തായാലും അതിൻ്റെ സാഹചര്യം എന്താണെന്നുള്ളതാണ് വിഷയം. ഏതായാലും നമ്മൾ പോയി നോക്കാം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഷാർജ അനിമൽ മാർക്കറ്റ്. ഇന്ന് വരെ ഇവിടെ നിന്ന് ഒരു കോഴിക്കുട്ടിനെ പോലും വാങ്ങിയില്ല എന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു സന്തോഷമാണ്. സംഭവം വേറൊന്നുമല്ല, ആന, കുതിര, ആട്, പോത്ത്, ഒട്ടകം വേണ്ട ദുനിയാവിലുള്ള എല്ലാ സംഗതി ഇവിടെ കാണാം. പക്ഷെ ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, മൊത്തത്തിലൊരു ഒഴിവ്, ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. കൊറോണൻ്റെ എഫക്റ്റ് ആണോ അതോ ഇനി വേറെന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിയില്ല. കൂടുകളൊക്കെ ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്, ഒന്നും കാണുന്നില്ല. എന്തായാലും ഉള്ളിലൊന്ന് പോയി നോക്കാം. പക്ഷികൾ മാത്രം ആക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം പക്ഷികളെ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഏതായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം നമ്മൾ മയിലിനെ തിരഞ്ഞു നോക്കാം. ഏതെല്ലാം വെറൈറ്റി ഐറ്റംസ് കിളികളാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാം. ഇതിലൊക്കെ പലതും നമ്മുടെ നാട്ടിൽ ഷെഡ്യൂൾഡാണ്, തൊട്ട പണി പാളും. ഇവിടെ ഒരു പാത്ത് വളപ്പാൻ്റെ ഒപ്പം ലവ് ബേർഡ്സിനെ വാങ്ങാവുന്നതാണ്. മൊത്തത്തിൽ എല്ലാത്തിനും കൂടെ കണ്ടിട്ട് ആൾക്ക് ആ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഏതെടുക്കണം. ടീംസൊക്കെ നല്ല ഉച്ചമയക്കത്തിലാണ് കേട്ടോ. പല സ്റ്റൈലിൽ കടന്നിട്ട് നല്ല ഉറക്കം. ഇയാൾക്ക് എന്താണെന്ന് അറിയില്ല, നമ്മളൊരു മുൻപരിചയമുള്ള പോലെ ഉണ്ട്. നമ്മളെ സബ്സ്ക്രൈബറാകുന്നുണ്ട്. കിളികളെ കൂടെ നല്ല ഫ്രീ ആയിട്ടാണ് ഇരിക്കണത്. ആർക്കും അങ്ങനെ പാറിപ്പോകണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലാതെ. ഇതെടുക്കണം നമ്മൾ തേടി വന്ന സാധനം മൈലമ്മ. ഇത് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കുക. എന്തായാലും നമ്മൾ വേറെ എവിടെയെങ്കിലും കൂടി ഒന്ന് നോക്കുക, കുറച്ചും കൂടി ലാഭത്തിൽ കിട്ടുന്ന സ്ഥലം. ഏത് അവിടെ അടുത്ത കടയിൽ സാധനം ഉണ്ട്. ഇത് കുറച്ചും കൂടി പീലൊക്കെ ഉള്ള ടൈപ്പാണ്. അപ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും. അങ്ങനെ ഉണ്ട്. അത് നമ്മൾ നോക്കാം എന്താണ് ഇവിടുത്തെ അവസ്ഥ.
എന്ത് വില ഉണ്ടാക്കാം മയിലിന്? 1500. 1500. 1800 ഗ്രംസിലാണ്. നമ്മൾ എന്തായാലും വാങ്ങി വറുത്തു. ഞാൻ വിചാരിച്ചത് 200 ഗ്രംസിന്റെ 2 വാങ്ങി ഒന്നിനെ കറിയും വെക്കാം, ഒന്നിനെ പൊരിക്കും ചെയ്യാം. ഇതിപ്പോ പണ്ടൊരാള് പറഞ്ഞ മാതിരി. എന്താ വെച്ചാൽ 1850 റുപ്യാണ് മയിലിന് വില പറയണത് കേട്ടോ. അപ്പോൾ 1850 റുപ്യ എടുത്ത് മയിലിനെ വാങ്ങി കറി വെച്ച് രാജ്യദ്രോഹിയായി UAP മുത്തി മറ്റേ NIA വന്ന്. അപ്പോൾ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല എന്തായാലും. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മയിലിൻ്റെ വിലനെ കുറിച്ചാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളെ ഫിറോസ് ചുട്ടിപ്പാറിൻ്റെ സ്റ്റോറീസ് പോലും കാണാതെ വൈറലാവാൻ ഇറങ്ങി പുറപ്പെട്ട് എന്നെ പറഞ്ഞാൽ മതി. പിന്നെ മയിലിൻ്റെ കാര്യം, മയിൽ നമ്മളെ ദേശീയ പക്ഷിയാണ്. ദേശീയ ചിഹ്നങ്ങളൊക്കെ നമ്മൾ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ ഉള്ളതാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊരു തോർത്തുണ്ടിൻ്റെ വലുപ്പത്തിലുള്ളൊരു ദേശീയ പതാക കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് തോളിലിട്ടുകാണ്ട് മൂക്കും മോറും തോത്താൻ ഉപയോഗിക്കില്ലല്ലോ. അങ്ങനെ ആരും ഉപയോഗിക്കലുണ്ടോ? ഉണ്ടാവും. ഉണ്ടെങ്ങാനും അങ്ങനെ ആരും ഉപയോഗിക്കണം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പച്ച മേലെയും സഫ്രോണ് തായായിട്ട് ആരെങ്കിലും കെട്ടലുണ്ടോ? ഇല്ലല്ലോ. അപ്പം എന്താണ്, ദേശീയ ചിഹ്നങ്ങളൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ മയിലിൻ്റെ പാട്ടിനിട്ടിട്ട് നമുക്കിപ്പോൾ അറുത്ത് കഴിക്കാൻ ഇവിടെ ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്. അപ്പം അതൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് നല്ലത്. അതാണ് തടിക്കും ആരോഗ്യത്തിനൊക്കെ നല്ലത് അല്ലേ.